ഏറ്റവും നല്ല ചരിത്രമെന്നാണ് യൂസുഫ് നബിയുടെ ചരിത്രത്തെ പറ്റി ഖുർആൻ പറഞ്ഞത്. ആ യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കറിയുമല്ലോ, നമ്മൾ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, സഹതടവുകാരായിരുന്ന രണ്ടുപേര് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. അല്ലാഹുവേ, നീ എനിക്ക് പഠിപ്പിച്ചു തന്ന ഇൽമ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അറിവാ. ആ സ്വപ്ന വ്യാഖ്യാന സഹതടവുകാരായ രണ്ടുപേര് കണ്ടപ്പോൾ അത് വിവരിച്ചു കൊടുത്തതുപോലെ സംഭവിച്ചു. ഒരാള് കൊല്ലപ്പെടുമെന്നും മറ്റേയാള് കൊട്ടാരത്തിൽ രാജാവിന്റെ കള്ള് പിടിഞ്ഞു കൊടുക്കുന്ന, ഒരു മദ്യത്തിന് സഹായിക്കുന്ന, മദ്യമൊഴിച്ചു കൊടുക്കുന്ന ആളാകുമെന്ന വിധി പറഞ്ഞപ്പോൾ അതേപോലെ സംഭവിച്ചു. രാജാവ് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം തന്റെ രാജ്യത്ത് വരാനിരിക്കുന്ന വലിയ രൂക്ഷമായ ക്ഷാമത്തെ പറ്റിയാ. അതാരാണ് പറഞ്ഞു കൊടുത്തത്? കൊട്ടാര പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, ഞാൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് പറയാൻ കഴിയോ? അവര് പറഞ്ഞു, പേക്കിനാവാ. അല്ല, ഇതിൽ എന്തോ സൂചന ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ തടവുകാരിൽപ്പെട്ട ഒരാള് രാജാവിന്റെ കള്ളൊഴിച്ചു കൊടുക്കുന്ന മദ്യസേവകനായി മാറിയല്ലോ. അയാൾ പെട്ടെന്ന് യൂസുഫ് നബിയെ പറ്റി ഓർമ്മ വരികയാണ്. എന്നിട്ട് രാജാവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ ഈ ജോലിയിൽ വീണ്ടും പ്രവേശിക്കുമെന്ന് എന്നോട് പറഞ്ഞത് നിങ്ങൾ അകത്ത് പിടിച്ചിട്ടിരിക്കുന്ന യൂസുഫാ. അതുപോലെ സംഭവിച്ചു. നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? അവനെ പറ്റി പറഞ്ഞത് നീ കൊല്ലപ്പെടുമെന്നാണ്. ആ മനുഷ്യനും കണ്ട സ്വപ്നം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, യൂസുഫിനെ കൊണ്ടുവരൂ. ഇത്രയും അറിവുള്ള ഒരാളെ എന്തിനാ ജയിലിലിടുന്നത്? അങ്ങനെ ആളുകളെ പറഞ്ഞു വിട്ടു. യൂസുഫ് നബി ഇറക്കി കൊണ്ടുവരാ. യൂസുഫ് നബിയെ മോചിപ്പിക്കുകയാണ്. ആ സമയത്ത് ആരാണ് ആഗ്രഹിക്കാത്തത്? ആരാണ് ആഗ്രഹിക്കാത്തത്? ഒരു അവസരം കിട്ടിയാൽ പുറത്തിറങ്ങാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസുഫ് നബിയുടെ മുന്നിലേക്ക് എത്തിയിട്ട് നിങ്ങളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ രാജാവ് തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് വിളിക്കുന്ന ആളിനോട് പറഞ്ഞത്, ഖാല റജിഅ ഇലാ റബ്ബിക ഫസ്അൽഹു മാ ബാലുൻ നിസ്വത്തില്ലാതി ഖത്തഅന ഐദിയഹുന്ന ഇന്ന റബ്ബീ ബിഖൈദിഹിന്ന അലീം. ഈ സ്ത്രീകളെ വിരൽ മുറിച്ച് കളഞ്ഞതിനെ പറ്റി, എന്നെ ആ പെണ്ണുങ്ങളുടെ മുന്നിലൂടെ ഇറക്കിക്കൊണ്ടുപോയതിന്റെ പശ്ചാത്തലത്തെ പറ്റി, ഞാൻ ഈ ജയിലിനകത്ത് അകപ്പെടാനുള്ള കാരണത്തെ പറ്റി എന്താണ് രാജാവിന് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ട് വാ, അല്ലാതെ ഞാൻ വരൂല. ഓടിച്ചെന്ന് രാജാവിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇതാണ് സംഭവം. യൂസുഫ് നബി വരില്ല. യൂസുഫ് നബിയുടെ കേസിന്റെ കാര്യം എന്തായി? ആ സമയത്താണ് സലീഖ വിളിച്ചു പറയുന്നു, ഖാലത്ത് ഇംറഅത്തുൽ അസീസ് അൽആന ഹസഹസൽ ഹഖു അന റാവത്തുഹു അൻ നഫ്സിഹി വഇന്നഹു ലമിനസ് സാദിഖീൻ. സലീഖ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, യൂസുഫ് സത്യസന്ധനാണ്. ഇനി ഞാൻ വരാം. എന്റെ നിരപരാധിത്വം തെളിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു കേസിൽ അകപ്പെട്ടു പോയാൽ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ പുറത്തു വരാനല്ലേ നമ്മൾ ആഗ്രഹിക്കൂ. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടപ്പോൾ ആ യൂസുഫ് നബിയെ രാജാവ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വിളിക്കുമ്പോൾ പറഞ്ഞു, എനിക്ക് പുറത്തു വന്ന് എന്റെ അവസരം മുതലെടുക്കലല്ല എനിക്ക് വേണ്ടത്, എന്റെ അഭിമാനമാണ് വലുത്. അതുകൊണ്ട് എന്റെ കേസിന്റെ കാര്യം എന്താ എന്ന് പറ. അവസാനം നിരപരാധിയാണെന്ന് തെളിഞ്ഞു. ആ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞപ്പോൾ യൂസുഫ് നബി പുറത്തു വന്നു. രാജാവിനോട് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു. ഒരു നാടിനെ പട്ടിണിയിൽ നിന്ന് പിടിച്ച് കരകയറ്റാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത ഇൽമിന്റെ ആ ഒരു അവധാനത, അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തൊരു അവധാനത അവസരമായിരുന്നില്ല, അഭിമാനമായിരുന്നു യൂസുഫ് നബിക്ക് വേണ്ടത്. അതാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് എടുത്തുചാട്ടം ഒന്നിനൊരു പരിഹാരമല്ല. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഞാൻ ഇനി ഇതിന്റെ ഈ വിശദീകരണങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് നമ്മുടെ ദൈനംദിനം നമ്മൾ ചെയ്യുന്ന ചില ആരാധനകളിൽ നമുക്കുണ്ടാകുന്ന ചില പിഴവുകളുണ്ട്, ചില തെറ്റായ ശൈലികളുണ്ട്. ആ തെറ്റായ ശൈലികൾ തിരുത്താൻ ഈ സദസ്സ് കൊണ്ട് നമുക്ക് കാരണമാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കം വരുന്നില്ലല്ലോ? കഷായം വേണോ?
വേണ്ടേ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ജാഹ ബറക്കത്ത് കൊണ്ട് പുണ്യ പൂമാന്റെ ഈ അനുഗ്രഹീതമായ സദസ്സിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഈ രാത്രിയിൽ തന്നെ അള്ളാഹു അവിടെ എത്തിച്ചു കൊടുത്ത് നമ്മളെ ഏറ്റവും ഉന്നതരും ഉത്കൃഷ്ടരുമാക്കി അള്ളാഹു താല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവധാനതയില്ലാതെ കുറെ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഫലസ്തീന്റെ കാര്യം പറയുന്നതോ, അമേരിക്ക എത്ര ആറ്റം ബോംബിട്ടെന്ന് പറയുന്നതോ, ഇസ്രയേല് വെടിനിർത്തിയ കാര്യം പറയുന്നതോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ട് ഇനിയും തിരുത്താതെ പോയാൽ നാളെ നമുക്കുണ്ടാകാൻ പോകുന്ന ഭീകരമായ ശിക്ഷയെ പറ്റിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ആരാധനകളിൽ ഉണ്ടാകുന്ന ചില 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 അബദ്ധങ്ങളെ സംബന്ധിച്ച് ഞാൻ വിരൽ ചൂണ്ടുകയാണ്. അവധാനത എന്ന് പറയുന്നത് ഒരു വിഷയം. നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടാകുമ്പോ ചാടി അങ്ങോട്ട് ഇറങ്ങാൻ, അത് എന്താ ഏതാ ആരാ ഉണ്ടാക്കിയത് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ചെറുപ്പക്കാരാണ് കൂടുതൽ അങ്ങനെയൊക്കെ സംഭവിക്കുക. ആലോചനയില്ലാതെ അവധാനതയില്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എടുത്തു ചാടിയാൽ, ചിന്തിക്കാതിരുന്നാൽ പറയുന്ന വാക്കുപോലും സൂക്ഷിക്കണം. ഒരു മഹാൻ പറഞ്ഞത്, ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ്. ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യം ചിന്തിക്കും, ഞാനിത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഞാനിത് പറയുന്നത് കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും കോളിളക്കം സൃഷ്ടിക്കപ്പെടുവോ? എന്നാ വേണ്ട. ആലോചനയ്ക്ക് ശേഷമാണ് ഒരു നല്ല ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് പറയുക. എന്നാ വിഡ്ഢികളോ വിഡ്ഢികളുടെ ഹൃദയം തന്നെ അവന്റെ നാവിന്റെ തുമ്പിലാവുള്ളത്. വിഡ്ഢികളുടെ ഹൃദയം തന്നെ നാവിന്റെ തുമ്പിലാണ്. മറിച്ച് ഒരു ബുദ്ധിമാന്റെ നാവോ ഹൃദയത്തിന്റെ പിന്നിലാണ്. ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യം പറയുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നീട് പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യമില്ല, പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല, കാല് പിടിക്കേണ്ട ആവശ്യമില്ല, മാപ്പാക്കണമെന്ന് ഒരാളോടും പറയേണ്ടി വരില്ല. കാരണം അവൻ ബുദ്ധിമാനാണ്. 1000 വട്ടം ചിന്തിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. കാരണം അവന്റെ നാവിരിക്കുന്നത് ഹൃദയത്തിന്റെ ഭിത്തിക്ക് പുറകിലാണ്. നേരെ മറിച്ച് വിഡ്ഢിയോ, അവന്റെ ഹൃദയം ഇരിക്കുന്നത് നാവിന്റെ അഗ്രഭാഗത്താണ്. അവൻ ഒന്നങ്ങോട്ട് പറയും, പിന്നെ ആലോചിക്കും, അല്ലാ വേണ്ടായിരുന്നല്ലോ എന്ന്, ഞാനത് പറഞ്ഞത് അബദ്ധമായല്ലോ എന്ന് പിന്നെ ചിന്തിക്കും. ഇത് അവധാനതയുടെ കുറവാണ്. ഒരു വിശ്വാസിക്ക് അത് ഉണ്ടാകാൻ പാടില്ല. ഏത് പ്രവർത്തനമാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാനൊരു 4ഓ 5ഓ പ്രവർത്തനങ്ങൾ നമ്മുടെ ദൈനംദിന ചില കാര്യങ്ങളൊന്നും ഉണർത്തിത്തരാം. ജീവിതത്തിൽ അമല് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുമ്പോ, നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന രീതി എങ്ങനെയാണ്? അവധാനത ഇല്ലാതെയാണ് നമ്മൾ നിസ്കാരത്തിന് പോകുന്നത്, അല്ലേ? യഥാർത്ഥത്തില് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോ ഒരു അവധാനത ഉണ്ടാകണം. ആ അഷജ് ബിൻ അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ആള് സ്വഹാബി ബഹ്റൈനിൽ നിന്ന് വന്നിട്ട് നബിതങ്ങളെ കാണാൻ പോയത് ഇബാദത്താണ്. എങ്ങനെയാ പോയത്? ഒട്ടകത്തെ കെട്ടി, കുളിച്ച് റെഡിയായി, അത്തർ പൂശി, നന്നായിട്ട് അദ്ദേഹം ശുദ്ധി വരുത്തി നബിതങ്ങളെ കാണാൻ വേണ്ടി പോയി. ദൂരെ നിന്ന് സലാം ചൊല്ലി, മറുപടി കിട്ടിയപ്പോ മര്യാദയോടെ നിന്ന് പക്വമായ സംസാരം. ബാക്കിയുള്ള ആളുകളോ, അവര് ഇബാദത്തല്ലേ ചെയ്തത്? എന്ത് ഇബാദത്താ? നബിതങ്ങളെ കാണുക എന്ന ചെറിയ ഇബാദത്താണോ? വലിയ ഇബാദത്തല്ലേ? ആ ഇബാദത്ത് ചെയ്ത് എങ്ങനെയാണ്? മസ്ജിദുൻ നബവിയുടെ മുമ്പിലേക്ക് എത്തിയപ്പോ ഒട്ടകത്തിന് ചാടി ഇറങ്ങി, ദിവസങ്ങളോളം യാത്ര ചെയ്തു വരുന്ന ബഹ്റൈനിൽ നിന്ന് വരുന്ന ആ പൊടി പിടിച്ച വിയർപ്പുള്ള ആ കുപ്പായം മാറ്റാതെ, ഒന്ന് കുളിക്കുക പോലും ചെയ്യാതെ, ഒന്ന് മിസ്വാക്ക് ചെയ്യുക പോലും ചെയ്യാതെ, ഒന്ന് അപ്പർ പൂശുക പോലും ചെയ്യാതെ ഓടിച്ചെന്ന് നബിതങ്ങളോട് വളവളാൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. നബിതങ്ങളെ കാണുന്ന ഇബാദത്താണ്. പക്ഷെ ആ ഇബാദത്തിൽ ഒരു അവധാനത ഉണ്ടായത് അഷജ് ബിൻ ഖൈസിന് മാത്രമാണ്. നമ്മുടെ ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട ഇബാദത്ത് നിസ്കാരം. നിങ്ങൾ ഞാനും ഒക്കെ എങ്ങനെയാ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്? ഞാൻ ആദ്യം ആ രീതി പറഞ്ഞുതരാം, എന്നിട്ട് ശരിയായ രീതിയും കൂടെ പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എങ്ങനെയാ പള്ളിയിൽ പോണെന്നറിയോ? ജുമഅയ്ക്ക് തന്നെ പോകുന്നത് എങ്ങനെയാണ്? ഖതീബ് മിമ്പർ ചെയ്യുന്നോണ്ട് ഖുതുബ പോകുന്ന ഒരു രംഗമുണ്ട്. എല്ലാവർക്കും മനപ്പാടമുള്ള ഒരു ഭാഗം. ഇവിടെയൊക്കെ അത് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. പല സ്ഥലത്തും പല ഖുതുബയാ. ലാസ്റ്റ് രണ്ടാമത്തെ റക്അത്ത് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഖുതുബ.
ആ ഖുതുബയുടെ അവസാനം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇവിടെ തന്നെ ഉസ്താദേ അല്ലേ? മാഷാ അല്ലാഹ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅലകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഓട്ടമാണ് ജംഗ്ഷനിൽ നിന്നുണ്ട്. ഈ ആയത്ത് എല്ലാ കാക്കന്മാർക്കും കാണപ്പെടാണ്. ഇത് ഓതുമ്പോഴാണ് മൂപ്പര് മിമ്പറിൽ നിന്ന് താഴെ വരുന്നത്. ഇനി ഇവിടെ നിന്നാൽ നമുക്ക് നിസ്കാരം കിട്ടൂല. നിനക്ക് ജുമ കിട്ടിയില്ല മോനെ. ജുമ എത്ര റക്അത്താ? നിങ്ങൾ സഹകരിക്കുന്നില്ല. ഇത് എന്തോ പിണക്കം പോലെ ഇരിക്കുകയാണ്. ജുമ എത്ര റക്അത്താ? ലോഹർ എത്ര റക്അത്താ? ഒന്ന് വിരൽ പൊക്ക്. 4 അല്ലേ? ജുമ എത്ര റക്അത്താ? 4. ആരാ 2 പറഞ്ഞേ? ജുമഅ 4 റക്അത്ത്. അപ്പൊ പുതിയ വാദം ചേകന്നൂരിനെക്കാളും വലിയ മുസ്ലിമാണ് നിങ്ങൾ ചിന്തിക്കേണ്ട. അൽ ഖുതുബത്താനി തഖൂമാനി മഖാമ റക്അത്തൈനി മിനൽ ഫർള്. ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അൽ ഖുതുബത്താനി 2 ഖുതുബ, തഖൂമാനി അതിന്റെ നിൽപ്പ്, മഖാമ റക്അത്തൈനി മിനൽ ഫർള് ജുമഅയുടെ 2 റക്അത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ 2 റക്അത്ത് നിസ്കാരം, 2 റക്അത്ത് ഖുതുബ. അപ്പൊ എത്ര റക്അത്തായി? 4 റക്അത്ത്. അതാണ് ഖുതുബ. ശ്രദ്ധിക്കണം. രാവിലെ നേരം വെളുക്കുമ്പോ ആദ്യം പള്ളിയിൽ പോകുന്നവന് ഒട്ടകത്തെ അള്ളാഹുവിന്റെ ദീനിന് സമർപ്പിച്ചതിന്റെ കൂലിയാണ്. പിന്നെ അങ്ങോട്ട് കുറഞ്ഞു വരും. അവസാനം കൊടുക്കുന്ന മുട്ട, ഒരു മുട്ടയുടെ പ്രതിഫലം ഏറ്റവും ലാസ്റ്റ്. പള്ളിയുടെ മുറ്റത്ത് നമ്മ കാണൂല. നമ്മൾ കാണുമ്പോ എന്താ രസീത് കുറ്റിയും കൊണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ഇരിപ്പുണ്ട്. എവിടെടാ പൈസ? 50 രൂപ കൊണ്ടുവാ, 500 രൂപ കൊണ്ടുവാ എന്ന് പറഞ്ഞ് എഴുതിയെടുക്കുന്നത്. അതല്ലാത്ത വേറെ എഴുത്തുകാരവിടെ ഇരിപ്പുണ്ട് പള്ളിയുടെ മുറ്റത്ത്. ആരെന്നറിയോ? മലക്കുകളുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ മലക്കുകളുടെ കയ്യിൽ പേപ്പറും പേനയുമുണ്ട്. ആ മലക്കുകള് പള്ളിയുടെ കവാടത്തിൽ ഇരുന്നിട്ട് വരുന്ന ഓരോരുത്തരുടെയും പേരെഴുതുകയാണ്. എന്നാൽ ഖതീബ് മിമ്പറിലോട്ട് കയറി കഴിഞ്ഞാൽ പേപ്പർ മടക്കി വെച്ച് പേന മാറ്റി വെച്ചിട്ട് ആ മലക്കുകൾ നേരെ മിമ്പറിന്റെ ഭാഗത്ത് പോയി ഖതീബിന്റെ പ്രസംഗം ഖുതുബ ശ്രവിക്കുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത മഹാനായ മുത്തലി നബി മുഹമ്മദ് മുസ്തഫ. ആ ഖതീബ് മിമ്പറിലോട്ട് കയറിയതിന് ശേഷം വരുന്ന കാക്കാക്ക് ഖുതുബയുടെ പേരില്ല, ജുമഅയ്ക്ക് വന്നതിന്റെ പേരില്ല. ഇത് സ്വീകാര്യമായ ഹദീസാ ഞാൻ പറയുന്നത്. നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പെങ്കിലും പോണം. ഒട്ടകവും വേണ്ട, കാടക്കോഴിയും വേണ്ട, പെടക്കോഴിയും വേണ്ട, കോഴിമുട്ടയും വേണ്ട, ഒന്നും വേണ്ട. ശരി, നിങ്ങളുടെ ലിസ്റ്റിൽ പേര് വേണ്ടേ? ആ പേര് വേണമെങ്കിൽ എപ്പോഴും പോകണം. ഖതീബ് മിമ്പറിലോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ പള്ളിയിലെത്തണം. ഖതീബ് മിമ്പറിൽ കയറിയാൽ പിന്നെ എഴുതാൻ മലക്കുകൾ പള്ളിവാതിൽക്കലില്ല. ആ പള്ളിവാതിൽക്കൽ മലക്കുകൾ ഇല്ലാത്തതിന്റെ പേരില് പ്രസിഡന്റ് നിങ്ങളെ കണ്ടെന്നിരിക്കാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പയവന് ജുമയ്ക്ക് പള്ളിയിൽ വന്നവനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. പക്ഷേ അള്ളാന്റെ മുന്നിൽ നിനക്ക് ജുമ ഇല്ല എന്ന് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ യൻഹാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി എന്ന് പറയുമ്പോഴല്ല കടയിൽ നിന്ന് പള്ളിയിലോടേണ്ടത്. പിന്നെ എപ്പോഴാ എങ്ങനെയാ പോണെന്നറിയോ? ജുമ അവിടെ നിൽക്ക്, വഖത്തിന്റെ കാര്യം എടുക്കാം. എങ്ങനെയാ നമ്മളെ പള്ളിയിൽ ജമാഅത്തിന് പോണത്? ജമാഅത്തിന് പോകുന്നവർ എങ്ങനെയാ പോകുന്നതെന്നറിയോ? ഇഖാമത്തിന്റെ സമയം ബാങ്ക് കേട്ടാലും നമ്മൾ എന്ത് ചെയ്യില്ല, പള്ളിയിലോട്ട് കയറില്ല. ഇഖാമത്ത് കൊടുക്കാറാകുമ്പോ നമ്മൾ വീട്ടിൽ നിന്നല്ലെങ്കിൽ കടയിൽ നിന്നല്ലെങ്കിൽ ജംഗ്ഷനിൽ നമ്മൾ പോകുന്ന കൂട്ടത്തിൽ ഇടത്തേക്കൊരു നോട്ടമുണ്ട്. അപ്പോൾ ഇഖാമത്ത് കൊടുത്ത് ഇമാമ് കൈകെട്ടി ആളുകളെ പുറകിൽ നിൽക്കാൻ. ഇത് കാണുമ്പോൾ ഒരൊറ്റ ഓട്ടമാണ് നമ്മൾ എങ്ങോട്ടാ? ബാത്റൂമിൽ. ഇയാൾക്ക് ഇച്ചിരി മനസ്സിൽ ഈമാനുള്ള ആളാ. അതുകൊണ്ട് തന്നെ ജമാഅത്ത് നഷ്ടപ്പെടുന്നത് സഹിക്കാത്ത മനുഷ്യനാണ്. എന്നാ ഈ കാക്കാക്ക് നേരത്തെ വന്നൂടെ? അത് വരികയില്ല. ഇയാള് ബാത്റൂമിൽ ചെന്നിരുന്ന് മൂത്രമൊഴിച്ചോണ്ടിരിക്കുമ്പോഴേ ചിന്ത എന്റെ ജമാഅത്ത് പോകുമെന്ന. ഒഴിച്ച പാതി ഒഴിക്കാത്ത പാതി ചാടി എഴുന്നേറ്റ് വെള്ളമൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് ഇയാൾ എഴുന്നേറ്റ് 3 സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ബാക്കി മൂത്രമെല്ലാം മുണ്ടിലായി. ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചിന്തിക്ക്.
നേരെ പള്ളിയിൽ വന്നു. പള്ളിയിൽ വരുമ്പോഴേക്ക് ഇതിനിടയിൽ ഒരു റക്കാത്ത് കഴിഞ്ഞു, ഇനി 3 റക്കാത്തേ ഉള്ളൂ. ഇയാൾ വന്നു ഹൗലിന്റെ ഭാഗത്ത് നിന്ന് ഒലുവെടുക്കാൻ. ഈ ഒലുവെടുക്കുമ്പോണ്ടല്ലോ എന്താ സംഭവിക്കുക? വെള്ളം എത്തേണ്ടിടത്ത് എല്ലാം വെള്ളം എത്തൂല. വൈലുല്ലിൽ അഅഖാബി മിനന്നാർ, മടമ്പങ്കാല്, കാലിന്റെ കണങ്കാലം എന്ന് പറയുന്ന കാലിന്റെ പാദത്തിന്റെ മുകളില് ആ ഒരു എല്ലിന്റെ ഭാഗത്ത് ചുക്കിച്ചുളഞ്ഞിരിക്കും മനുഷ്യനെ. അവിടെ വെള്ളം ചേർന്നില്ലെങ്കിൽ അവന്റെ ഒലു ശരിയല്ല, ഒലു ശരിയാത്തവന് നിസ്കാരം ശരിയല്ല. അതുകൊണ്ട് തന്നെ ആ മടമ്പങ്കാലന് എന്ന് പറഞ്ഞ കണങ്കാലുള്ളവന്, വെള്ളം ചേരാത്തവന് നരകമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവനെ നാശമെന്ന് പഠിപ്പിച്ചു അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഇനി അങ്ങനെ ഒളു എടുക്കാതെ തന്നെ അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒളു അവന് ഫലത്തിലില്ല. നേരെ അതിനകത്തോട്ട് കയറി നിസ്കാരം ആരംഭിച്ചു. 1, അവന്റെ തുണിയിൽ മൊത്തം മൂത്രമാണ്. 2, അവന് ഒളു എടുക്കുന്നത് ശരിയായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യവൻ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്നിട്ട് ഒരൊറ്റ ഓട്ടമാണ്, പള്ളിയിലൂടെ ഓടുന്ന ഓട്ടം കാണണം. എന്തോ ഒന്ന് ഓടി പിടിക്കാൻ വേണ്ടി ഓടുന്നത് പോലെയാണ്. ഇനി ഇത് രണ്ടും സൂക്ഷിച്ചെന്നിരിക്കട്ടെ. യവൻ ഒലുവെടുത്തിട്ട് പള്ളിയിലൂടെ ഓടുമ്പോൾ അവന്റെ കാലം തെറ്റിയിട്ട് കാലം വഴുതി വീണാൽ ഒരു റക്അത്തിന് വേണ്ടി അവനെ ഓടിയവന് 1 വർഷത്തോളം അവന് പ്ലാസ്റ്ററിട്ട് വീട്ടിലെ കിടപ്പല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിസ്കാരത്തിൽ അവധാനത വേണം. എങ്ങനെയാ റസൂലുള്ള നിസ്കാരത്തിൽ അവധാനത പഠിപ്പിച്ചതെന്നറിയോ? അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അശജ് ബിൻ അബ്ദുൽ ഖൈസിനെ അവധാനത പഠിപ്പിച്ച മുത്തുനബിയേ, നമസ്കാരത്തിലും ഒരു സത്യവിശ്വാസി അവധാനത കാണിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് ചിന്തിച്ച് ഏതൊരു കാര്യവും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നിടത്ത് പറയുകയാണ്, ഇദാ സമഅ്തുമുൽ ഇഖാമത്ത് കൊടുക്കുന്ന ശബ്ദം നീ കേട്ടാൽ ഫംശൂ ഇല സലാത്തി വഅലൈക്കും ബിസ്സകീനതി വൽ വഖാർ, ഓടിപ്പടച്ചു പോകല്ലേ. ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ ആഹാരത്തിന് വേണ്ടി സീറ്റ് വിരിക്കുമ്പോ ഓടുന്ന പോലെ നീ പള്ളിയിലെ നിസ്കാരത്തിന് വേണ്ടി ഓടല്ലേ. നീ പള്ളിയിലേക്ക് പോകേണ്ടത് അലൈക്കും ബിസ്സകീനതി വൽ വഖാർ, സമാധാനത്തോടെ പോകണം, ഭക്തിയോടെ നീ പോകണം, ആദരവോടെ പോകണം. നീ ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഓടിച്ചെന്ന് കയറുമോ? കയറൂല. ഓപ്പോസിഷൻ ലീഡറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഓടിച്ചെന്ന് കയറുമോ? കയറൂല. ഏതെങ്കിലും ഒരു ജില്ലാ കളക്ടറുടെ അടുക്കലേക്ക് പോകുമ്പോ ഓടിച്ചെന്ന് കയറുമോ? ഇല്ല. ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറുടെ മുമ്പിലേക്ക് നമ്മൾ പോകുമ്പോ ഓടിച്ചെന്ന് നമ്മൾ അങ്ങ് കയറാറില്ലല്ലോ. നമ്മൾ അവിടെ ചെല്ലുന്നു, എന്നിട്ട് അച്ചടക്കത്തോടെ അവിടെ നിന്ന് പെർമിഷൻ കിട്ടുമ്പോൾ അകത്തേക്ക് കയറി നമ്മൾ ഭവ്യതയോടെ മൊബൈലൊക്കെ ഓഫാക്കി വെച്ച് നിൽക്കൂലേ. എന്നാ പള്ളിയിൽ അങ്ങനാണോ? ഹൗലിന്റെ ഭാഗത്ത് നിന്നൊരൊറ്റ ഓട്ടമാണ്. PT ഉഷയേക്കാൾ വേഗത്തിൽ ഓടുകയാണ്. ഓടിച്ചെന്നിട്ടോ റുക്കോയിൽ കിടക്കുമ്പോഴാണ് ഭാര്യ വിളിക്കുന്നത്. മൊബൈൽ റിംഗ് ടൂൺ ഇങ്ങനെ ഒച്ചത്തിൽ കേൾക്കുകയാണ്. അള്ളാന്റെ പള്ളി നിനക്ക് വിലയില്ലാതായി പോയോ ചെറുപ്പക്കാരാ? പടച്ചോന്റെ പള്ളിയിലാ നീ നിൽക്കുന്നത്, അള്ളാന്റെ വീട്ടിലാ നിൽക്കുന്നത്. എത്ര ഭവ്യതയോടെ ഭക്തിയോടെ എത്ര ആദരവോടെ അച്ചടക്കത്തോടെ നിൽക്കാൻ പറ്റുമോ ആ രീതിയിലാണ് നീ നിൽക്കേണ്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തുസ്രിഉ, നീ ഇങ്ങനെ ധൃതി വെച്ച് പെട്ടെന്ന് ഓടിച്ചെന്ന് ഹൗലിന്റെ ഭാഗത്ത് നൊലുവെടുത്ത് ഓടി നീ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. നീ അവിടെ ചെല്ലുമ്പോ ഫമാദറക്തും, നീ എപ്പോഴാണോ ആ ഇമാമിന്റെ പിന്നിൽ ചെല്ലുന്നത്, ചിലപ്പോ റുക്കോയിലാകാ, ചിലപ്പോ തഹിയ്യാത്തിലാകാ, ചിലപ്പോ സുജൂദിലാകാ, ചിലപ്പോ ഇഅ്തിദാലിലാകാ, ചിലപ്പോ ജുലൂസിലാകാ, ചിലപ്പോ ഖിയാമിലാകാ. നീ പോകുമ്പോ ഇമാമി ഏതൊരു പ്രവൃത്തിയിലാണോ നിൽക്കുന്നത് ഫസല്ലൂ, നീ അത് നമസ്കരിക്കുക. വമാ ഫാതകും ഫഅതിമ്മൂ, നിനക്ക് നഷ്ടപ്പെട്ടത് അറിയാൻ കഴിയുമല്ലോ, അത് നീ വീണ്ടെടുക്കുകയും ചെയ്യുക എന്ന് നമസ്കാരത്തിന്റെ ആദാബ് പഠിപ്പിച്ച, നമസ്കാരത്തിന്റെ റക്അത്ത് പഠിപ്പിച്ച, നമസ്കാരത്തിന്റെ ഫളായിൽ പഠിപ്പിച്ച, നമസ്കാരം പോലും സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തിൽ അവധാനത വേണം.
ഓടി അങ്ങോട്ട് ചെന്നിട്ട് പള്ളിക്കകത്തോട്ട് സഫിലോട്ട് ഇടിച്ചു കയറി ഈ ഓട്ടത്തിനിടയിൽ നിൽക്കുന്ന എല്ലാവന്റെ നിസ്കാരം ഫസാദാണ്. ഇതാടാ ഇങ്ങനെ ഓടി വന്നത് അല്ലേ? കുട്ടികളാ കൈകെട്ടി നിൽക്കുന്നെങ്കിൽ ഏവനെങ്കിലും മൂടിച്ച് വീണാൽ ഉടനെ കുട്ടികൾ ചിരിക്കുകയും ചെയ്യും. ഇതൊക്കെയല്ലേ സംഭവിക്കുക? അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എന്ത് സൂക്ഷ്മത! ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, നമ്മൾ പോകേണ്ട രീതിയുണ്ട്. നിങ്ങൾ ഒന്നുകിൽ നേരത്തെ പോയിട്ട് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വളരെ ആദരവോടെ ഭക്തിയോടെ അച്ചടക്കത്തോടെ വരിക. ഒരു റക്കാത്ത് കിട്ടിയോളും മതി, ഒരു റക്കാത്ത് കിട്ടിയോളും മതി. ആ ഒരു റക്കാത്ത് ഇമാമിനോടൊപ്പം നിസ്കരിക്ക്, ബാക്കി 3 നിങ്ങൾ വീണ്ടെടുക്ക്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ? അതിനപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഓടി അങ്ങോട്ട് ചെന്നിട്ട് യാതൊരു നിലയിലും ഈ നിയ്യത്ത് പോലും ശരിയാകാത്ത രീതിയിലുള്ള നമ്മുടെ കൈകെട്ടലും നിസ്കാരവും അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് വേണ്ട. നമസ്കാരത്തിൽ ഏകാഗ്രത എങ്ങനെ ഉണ്ടാക്കി എന്ന ചോദ്യത്തിന് ഹാത്തമുൽ അസം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ മറുപടി കേട്ടോ. ദാ ഇന്നത്തെ നാളത്തെ സുബഹി മുതൽ നാളത്തെ തഹജ്ജുദ് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ പറയുന്ന രീതിയിൽ നമ്മളൊന്ന് നിസ്കരിക്കണം. എന്താ ഹാത്തമുൽ അസം തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും വലിയ ആ ഒരു നമസ്കാരത്തിൽ ഏകാഗ്രത വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ ഹാത്തമുൽ അസം തങ്ങൾ പറഞ്ഞ രീതി എന്താണെന്നറിയോ? നിസ്കാരത്തിൽ ഭക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, നിസ്കാരത്തിൽ എന്റെ നിസ്കാരത്തിൽ വേറെ ദുനിയാവിന്റെ ഒരു ചിന്തയും വരണ്ട, ആഖിറ മാത്രം ചിന്ത വരണം, എന്റെ നിസ്കാരമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതി നിങ്ങൾ അവലംബിച്ചോ. ഹാത്തമുൽ അസം തങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ നിസ്കാരത്തിൽ ഭക്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ ആദ്യം ഒളു എടുത്തിട്ട് അംശി ബിസക്കീനത്തി, ഞാൻ ഓടി ചാടി നിസ്കരിക്കാൻ വേണ്ടി പോകൂല, ഞാൻ വളരെ ഭവ്യതയോടെ അച്ചടക്കത്തോടെ ഞാൻ നിസ്കാര സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നേരെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖിബിലയ്ക്ക് നേരെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഞാൻ ആദ്യം മൈൻഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കണം, എന്റെ മൈൻഡിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് എന്റെ മുന്നിൽ ഇമാമോ, എന്റെ മുന്നിൽ ഒന്നാമത്തെ സഫിലെ ജനങ്ങളോ, എന്റെ മുന്നിൽ പള്ളിയുടെ ഏതെങ്കിലും മതിലോ തൂണോ ഒന്നുമല്ല. അജ്അലുൽ കഅബത ബൈന ഹാജിബി, എന്റെ മുന്നിൽ കഅബയാണ്, എന്റെ മുന്നിൽ കഅബയാണ്. ആ രംഗം ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നിസ്കാരം എന്തോ ഒരു രസമായിരിക്കും നമുക്ക് നിസ്കരിക്കാൻ. അജ്അലുൽ കഅബത ബൈന ഹാജിബി, എന്റെ മുന്നിൽ കഅബയാണെന്ന ചിന്ത. വൽ ജന്നത്തു അനി യമീനി, എന്റെ വലതുഭാഗത്ത് സ്വർഗമാണ്. വന്നാറു അനി ശിമാലി, എന്റെ ഇടതുഭാഗത്ത് നരകമാണ്. വമലകുൽ മൗതി വറായി, എന്റെ പിന്നിൽ അസ്റായീൽ നിൽക്കുകയാണ്. വഅന ഫിസ്സിറാത്തി, ഞാൻ കൈകെട്ടി നിൽക്കുന്ന സിറാത്ത് പാലത്തിലാണ്. അളുന്നുഹാ ആഖിറ സലാത്തി, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്. അങ്ങനെ എന്റെ മൈൻഡിൽ ഞാൻ കൊണ്ടുവരും. എങ്ങനെ? എന്റെ മുന്നിൽ കഅബ, പിന്നിൽ അസ്റായീൽ, വലത്ത് സ്വർഗം, ഇടത്ത് നരകം, നിൽക്കുന്നത് സിറാത്തില്. ഞാൻ ഇത് എന്റെ അവസാനത്തെ നിസ്കാരം, സുബഹി. ഇനി എനിക്ക് നിസ്കാരം ഈ ദുനിയാവിൽ നിസ്കരിക്കാൻ പറ്റൂല. ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എന്റെ ഖൽബിലേക്ക് ഭക്തി അങ്ങോട്ട് വരും. അപ്പൊ ഞാൻ കൈകെട്ടും. ഇത്രയും ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ സഫിലെത്തണ്ടേ? ഒന്നാലോചിച്ച് നോക്കിയേ. ഹൗലിൽ നിന്ന് ജമ്പ് ചെയ്ത് സഫിലെത്തുന്ന ഒരുത്തന് ഇതൊക്കെ എപ്പോഴാ ചിന്തിക്കാൻ നേരം കിട്ടുക? അതാ പറഞ്ഞത്, നിങ്ങളുടെ അവധാനത നിസ്കാരത്തിൽ പോലും ഉണ്ടാകണം. എടുത്ത് ചാടി നിങ്ങൾ നിസ്കരിക്കരുത്. നിങ്ങൾ വളരെ അവധാനതയോട് വേണം നിങ്ങൾ ഈ ഇബാദത്തിൽ എത്തിച്ചേരാൻ. നമ്മളുടെ ജീവിതത്തിന്റെ ശൈലി. അതുകൊണ്ട് പള്ളിയിൽ എന്തിനാ ഓടുന്നേ? ഇത് ആരുടെ വീടാണിത്? അല്ലാഹുവിന്റെ വീടല്ലേ? വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. 16 തവണ അല്ലാഹു തആല അള്ളം 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 എന്ന് ഖുർആനിൽ പറഞ്ഞു. 16 വട്ടം. ആവർത്തനങ്ങളെ മാറ്റിവെച്ചാൽ 5 കൂട്ടം ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹു ഏറ്റവും വലിയ അക്രമി, ഏറ്റവും വലിയ അക്രമി, ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ വിഭാഗം സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഇക്കൂട്ടരാണ്. അള്ളാന്റെ പള്ളി ഖറാബാക്കുന്ന ഒരു സമൂഹം. എങ്ങനെ ഖറാബാക്കുക?
നേരത്തെ പറഞ്ഞതുപോലെ വാഷ്റൂമിൽ പോയി മര്യാദയ്ക്ക് ഇരുന്ന് മൂത്രമൊഴിച്ച് കഴുകാതെ ഓടിച്ചാടി പള്ളിയിൽ കയറി പുതിയ പുതിയ കാർപ്പറ്റാണ്, എല്ലാം ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കാർപ്പറ്റുകളാണ്. അതിലേക്ക് നിന്റെ തുണിയിൽ നിന്ന് മൂത്രത്തിന്റെ ഏതെങ്കിലും കണങ്ങൾ അതിനകത്ത് പിടിച്ചാൽ ശേഷം വരുന്നവൻ സുജൂദ് ചെയ്യുന്നത് അതിലല്ലേ? ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ഇത് ആരുടെ വീടാണ്? അള്ളാന്റെ വീടല്ലേ? അതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്നുകിൽ നേരത്തെ വരണം, താമസിച്ച് വരുന്നെങ്കിലും മര്യാദയ്ക്ക് കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ വന്നാൽ കിട്ടുന്ന റക്അത്തിൽ തുടരുക, ബാക്കി എണ്ണീറ്റ് നിസ്കരിക്കുക. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അവധാനത വേണം. ഹാത്തമുള്ള സമ്പത്തങ്ങൾ നമസ്കരിക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ കൈകെട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്തുമാത്രം സമയം അതിനു വേണ്ടി കിട്ടും മെനക്കെടണം. അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിൽ അവധാനത വേണം. ഒന്ന്. ഇനി രണ്ടാമതായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, പരിശുദ്ധ റമളാൻ മാസമാണ് കടന്നു വരുന്നത്. റമളാൻ മാസമാണ് കടന്നു വരുന്നത്. ഈ റജബ് മാസം നമസ്കാരത്തിന്റെ മാസമാണ്. വരുന്ന ശഅബാൻ മാസം സലാത്തിന്റെ മാസമാണ്. റമളാൻ മാസം വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ഈ പരിശുദ്ധമായ റമളാൻ വരുമ്പോൾ സഹോദരിമാര്, പല പിതാക്കന്മാരും ചെയ്യുന്നത്, എനിക്ക് അപ്പുറത്തെ വീട്ടിലുള്ള ആളിനേക്കാൾ ഖത്തം തീർക്കണം വാശിയായി. അപ്പുറത്തവൻ എത്ര ഖത്തം തീർത്തു? 6. ഓരോ എനിക്ക് 7 തീർക്കണം. കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലെ സ്ത്രീകൾ തമ്മിൽ കൈമാറുകയാണ് ആശയങ്ങൾ. നീ എത്ര ഖത്തം തീർത്തു? ഞാൻ ഈ റമളാനില് ഒരു 10 ഖത്തം തീർക്കും. അപ്പോഴ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് വാശിയായി, വിട്ടുകൊടുത്തൂടല്ലോ, എനിക്ക് 11 തീർക്കണം. അപ്പൊ അടുത്ത താത്താക്ക് ആഗ്രഹം 12 ഖത്തം തീർക്കണം. എന്തിനാണ് ഇങ്ങനെ വാശി? എന്തിനാണ് ഇങ്ങനെ മത്സരം? ചില സ്ഥലങ്ങളില് ആളുകൾ തന്നെ പറയും, ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ പറയും, ഏറ്റവും കൂടുതൽ ഖത്തം തീർക്കുന്ന താത്തായ ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് കൊണ്ടുപോവാം. പിന്നെ പറയണ്ട, പെരുന്നാളിന്റെ തലേ ദിവസം പറയും, അൽഹംദുലില്ലാഹ് പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ 35 ഖത്തം തീർത്തു എന്ന് പറയും. ഓതിപ്പോയതല്ല, ഓടിപ്പോയതാ. ഒരു പേജിന് പകരം 10 പേജ് മറിക്കും. ഇങ്ങനെ ഓതിയിട്ട് നീ ഉംറയ്ക്ക് പോയി, ശരി, നിനക്ക് കഅബ കാണാൻ പറ്റി, പരിശുദ്ധ ഹറമുകൾ കാണാൻ പറ്റി എന്നതിനപ്പുറത്ത് ഖുർആൻ ഓതിയതിന്റെ കൂലിയൊന്നും കിട്ടൂല. ഇവിടെ സ്വാഗത പ്രഭാഷകനാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ ദിക്റുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ പള്ളികളിൽ മരണ വീടുകളിൽ ദിക്റ് ചൊല്ലാറുണ്ട് അല്ലെ? 70,000 ദിക്റ്, 70,000 ദിക്റ് ചൊല്ലൂലേ? 7നോ 11നോ? എപ്പോഴാ? 7ന് 70,000 ദിക്റ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് 70,000 ദിക്റ്. 70,000 ദിക്റ് ഇപ്പോ വീട്ടുകാരൊക്കെ ചെല്ലി വെക്കാറാ പതിവ്. കാരണം എന്താ? മര്യാദയ്ക്ക് ഇരുന്നവര് ചെല്ലിയിട്ട് 7നോ 11നോ ഉസ്താദിനെയൊക്കെ വിളിച്ചിട്ട് ദുആ ചെയ്യിപ്പിക്കലാ പതിവ്. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് 10-40 പേരെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഓതാനിരുത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ഒരു 11:30-12 മണിയാകുമ്പോൾ ലോഹറിന് ഒരു അരമണിക്കൂർ മുമ്പ് തീർക്കും. എന്നിട്ട് ദുആരക്കും. എന്നിട്ട് ഉച്ചഭക്ഷണം കൊടുത്തു വിടും. ഒരു കൈമടക്കം കൊടുത്തു വിടല് പതിവായിരുന്നു. പക്ഷേ ഒരു വലിയ അബദ്ധം ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഈ എണ്ണം തീർക്കണമെങ്കിൽ പെട്ടെന്ന് ചിലപ്പോ തുടങ്ങുന്ന സമയത്തൊക്കെ 15 പേരൊക്കെ കാണുള്ളൂ. 70,000 ദിക്റ് ചെല്ലണമെങ്കിൽ ശരി ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പാചകക്കാരനെയും പപ്പടം പൊരിക്കുന്നവനെയും ഇറച്ചി കഴുകുന്നവനെയും വിറക് കീറുന്നവനെയും ഒക്കെ പിടിച്ചവിടെ ഇരുത്തും. എന്നിട്ട് പറയും, എണ്ണ എഴുതിയെടുക്കും. എന്നിട്ട് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ദിക്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ദിക്റ് വാപ്പാടെ ഖബറിലെത്തൂല. എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ ഹാ വെളിവായില്ലെങ്കിൽ ദിക്റില്ല. 10:45 അടിച്ച് ഫത്തഹാക്കി വന്ദേ ഭാരത് കണക്ക് നേരെ വന്ന് സടനിട്ടങ്ങ് നിന്ന് 70,000 അല്പം ഒരു 100 അധികം ചൊല്ലിയിട്ടുണ്ട്. നമ്മളെ വകയായിട്ട് കിടക്കട്ടെ, കാര്യമില്ല. ഞാൻ പറയുന്നത് സുബഹി കഴിഞ്ഞ ഉസ്താദന്മാരെ വിളിക്ക്. 1000 രൂപ എന്നുള്ളത് 5000 രൂപ കൊടുക്ക്. പാപ്പാ മരിച്ചത് കൊടുത്താൽ എന്താ കുഴപ്പം? 1000 രൂപ കൊടുക്കുന്നതിന് 5000 രൂപ കൊടുക്കും. ഉസ്താദിന് 5000 രൂപ കൈമടക്ക് കൊടുക്ക്. ഒരിക്കലേ വാപ്പ മരിക്കുള്ളൂ, ഒരിക്കലും ദിക്റ് ചെല്ലിപ്പിക്കുള്ളൂ. ഇനി അടുത്ത വർഷം വാപ്പ മരിക്കുമ്പോ ഞാൻ വിളിച്ചോളാം എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് വാപ്പ മരിക്കുമ്പോ ഈ വാപ്പ അല്ലേ നിനക്ക് ഇത്രയും സമ്പത്ത് ഉണ്ടാക്കി തന്നത്?
ഒരു 25 ഉസ്താദന്മാരെ വിളിച്ചിട്ട് 5000 വെച്ച് കൊടുക്ക, വാപ്പാടെ ഖബറിൽ അതിന്റെ കൂലി കിട്ടും, ദിക്റിന്റെ കൂലി കിട്ടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നാളെ ഇത് ഏത് ചാനലിൽ വരുമെന്ന് അള്ളാഹുവിനറിയാം. ഇത്രയും മുസ്ലിയാക്കന്മാർക്ക് 5000 കൊടുക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക ഓരോരുത്തന്മാര്. പിന്നെ അവരവരുടെ പണിയെടുക്കും, ഞാൻ എന്റെ പണിയെടുക്കും, അത്രേ ഉള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരക്ഷരം വിട്ടുപോയാൽ റമളാൻ മാസത്തിൽ ഞാൻ 25 ഖത്തം തീർക്കുമെന്ന് വാശിയെടുക്കുന്ന പെങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് 40 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കണമെന്നാണ്. 40 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയോ? 30 ദിവസം കൊണ്ടൊരു ഖത്തം തീർക്കുന്നത് തെറ്റാണെന്നല്ല, എല്ലാ ജോലിയും മാറ്റിവെച്ചിട്ട് ഖുർആനെ എന്ന് പറഞ്ഞിരിക്കുന്ന ഉമ്മമാര് ഓരോ ദിവസവും 2-3 ജുസ് ഓതുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോ 10 ദിവസം എത്തുമ്പോ അവര് 1-2 ഖത്തം തീർക്കാറുണ്ട്. അവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, പക്ഷേ വാശിക്ക് വേണ്ടി ഖത്തമോതി നമ്മൾ പേജുകൾ മറിച്ചു വിടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ഖത്തമോതുന്നത് ഹഖ്ഖുത്തിലാവത്തിലാകണം നിങ്ങൾ ഖുർആൻ ഓതേണ്ടത്. എന്തായി ഹഖ്ഖുത്തിലാവത്ത് എന്നറിയോ? പാരായണത്തിന്റെ ഹഖേതെന്നറിയോ? സ്വർഗത്തിന്റെ ആയത്തുകൾ എത്തുമല്ലോ നിങ്ങൾ ഓതി ഓതി വരുമ്പോൾ. ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹാ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ എന്നൊക്കെ പറയുന്ന ആ സ്വർഗത്തിന്റെ ആയത്തുകൾ എത്തുമ്പോ നിങ്ങൾ ഓതലൊന്ന് നിർത്തണേ. എന്നിട്ട് നിങ്ങൾ ചോദിക്കണം അല്ലാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, പടച്ചോനെ നീ എനിക്ക് സ്വർഗം തരണേ അല്ലാ. അറബി അറിയാത്തവരും മലയാളത്തിലെങ്കിലും ഒന്ന് ഓതി പറഞ്ഞോ, ദുആ ചെയ്തോ, പടച്ചോനെ ഞാൻ സ്വർഗത്തിന്റെ ആയത്തെത്തി, എനിക്ക് സ്വർഗം തരണേ അല്ലോ. നരകത്തിന്റെ ആയത്തെത്താറുണ്ടല്ലോ ഓതി ഓതി വരുമ്പോ. എവിടെ സ്വർഗം പറഞ്ഞാലും അല്ലാഹു ഉടനെ നരകം പറയുമല്ലോ. ആ സമയത്ത് നിങ്ങൾ ഓതലൊന്ന് നിർത്തണം. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, പടച്ചോനെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലോ. മലയാളത്തിലെങ്കിലും ഒന്ന് പറയണേ. റഹ്മത്തിന്റെ ആയത്തെത്തുമല്ലോ, വറഹ്മതീ വസിഅത് കുല്ല ശൈ വറഹ്മതു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ കാരുണ്യത്തിനെ പറ്റി പ്രകീർത്തിക്കുന്ന ആയത്തെത്തുമ്പോ അവിടെ നിങ്ങൾ നിർത്തിയിട്ട് ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റഹ്മാ, അല്ലാഹുമ്മ റഹംനി, എനിക്ക് കരുണ തരണേ, എനിക്ക് റഹ്മത്ത് തരണേ അല്ലാ. അദാബിന്റെ ആയത്തെത്തുമ്പോ നിങ്ങൾ ചോദിക്കണം റബ്ബിനോട്, അദാബിൽ നിന്ന് കാവൽ തേടണം. സഹോദരങ്ങളെ, ഹിസാബിന്റെ ആയത്തെത്തുമ്പോ അവിടെ നിങ്ങൾ എത്തുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയണം, യസ്റിലി ഹിസാബി, എനിക്ക് വിചാരണ എളുപ്പമാക്കി തരണേ അല്ലാ. വെള്ളിയാഴ്ച പള്ളിയിൽ ഇമാമിന്റെ പുറകിൽ നിസ്കരിക്കുമ്പോ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് പറഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ അവസാനത്തെ ആയത്തോതുമ്പോ ഒരു 10 സെക്കൻഡ് നിർത്തിയിട്ട് ഇമാം എന്തോ ഒരു വാക്ക് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്ന് വരെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, ഉസ്താദേ അവിടെ എത്തുമ്പോ നിങ്ങൾ എന്താ പറയുന്നതെന്ന്? ഇന്ന ഇലൈനാ ഇയാബഹു സുമ്മ ഇന്ന അലൈനാ ഹിസാബഹു, നിങ്ങളുടെ ഹിസാബ് എന്റെ അടുക്കലാണ് എന്ന ആയത്തെത്തുമ്പോ അവിടെ പറയേണ്ടത് അല്ലാഹുമ്മ യസ്റിലി ഹിസാബി, നിന്റെ അടുക്കൽ ഞാൻ വരുമ്പോ എന്റെ വിചാരണ അങ്ങ് ലഘൂകരിച്ച് തരണേ നാഥാ. അത് പറയാതെ പോകരുതേ. അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലാഹു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സൂറത്തു തീനിന്റെ അവസാന ഭാഗം എന്താ? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹുവല്ലേ ലോകത്തെ ഏറ്റവും വലിയ ന്യായാധിപൻ എന്നാ ചോദ്യം അല്ലാഹു ചോദിക്കുമ്പോ അവിടെ നമ്മൾ പറയേണ്ടത് എന്താണ്? ബലാ വഅനാ അലാ ദാലിക മിനശ് ഷാഹിദീൻ,
അതെ 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 തമ്പുരാനെ, നീ തന്നെയാണ് ഏറ്റവും വലിയ ഹക്കമുൽ ഹാക്കിം, നീ തന്നെയാണ് ഏറ്റവും വലിയ ജഡ്ജി. സുപ്രീം കോർട്ടിനേക്കാൾ ഹൈക്കോർട്ടിനേക്കാൾ എല്ലാത്തിന്റെ മുകളിലും നിന്റെ ജഡ്ജിമെന്റ് ആണ് അല്ലോ എന്ന് പറഞ്ഞ് സമ്മതിച്ചോതുന്ന ഖുർആനിന്റെ വചനങ്ങളുണ്ടല്ലോ, അതിന്റെ പേരാണ് ഹഖ്ഖത്തിലാവത്ത്. അങ്ങനെ ഓതി ഓതി വന്നാൽ എത്ര ഖത്തം തീർക്കാൻ പറ്റും? അച്ചടക്കത്തോടെ ഓരോ അക്ഷരങ്ങളും വിട്ടുപോകാതെ റഹ്മത്തിന്റെ ആയത്തുകൾ എത്തുമ്പോൾ റഹ്മത്തിനെ ചോദിച്ച് ഈ പറയപ്പെട്ട രീതിയിൽ ഓതി വരണം. അവധാനത ഉണ്ടാകണം. ഖുർആൻ ഓതുമ്പോ ചിന്തിക്കണം, എന്തിനാ അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്? എന്തിനാ ഖുർആൻ ഇറക്കിയത്? കിതാബുൻ അൻസൽനാഹു ഇലൈക, നബിയേ ഖുർആൻ അങ്ങേക്ക് തന്നത് എന്തിനെന്നറിയോ? ലിയദ്ദബ്ബറു ആയാതിഹി, ആയത്തുകളെ ചിന്തിച്ചോതാൻ വേണ്ടിയാണ്.